പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ റിയൂസ് കപ്പിയിൽ നിന്ന് സുരേഷാണ്. ഇന്ന് നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഒന്നും അല്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ ഇന്നലെ ഒരു ചേട്ടനെ കണ്ടു. അപ്പം ഇന്നലെ ചേട്ടൻ്റെ വീട്ടിൽ ഒരു മോട്ടറൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് എടുക്കാൻ ചെന്നപ്പം ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ചേട്ടനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു. അപ്പോൾ എനിക്ക് ആ ചേട്ടനെ എൻ്റെ ചാനൽ വഴി ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് തോന്നി. അതായത് നമ്മുടെ ജോസിയേട്ടനാണ്. അതായത് ജോസിയേട്ടനെ സംബന്ധിച്ച് പറഞ്ഞാൽ ജോസിയേട്ടൻ ഒരു വലിയ ബിസിനസ് കാര്യങ്ങളൊക്കെ നടത്തുന്ന ആളാണ്. അപ്പോൾ പുള്ളി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു പുള്ളി വീട് ഒക്കെ ഇങ്ങനെ അത്യാവശ്യം പാവപ്പെട്ട ആൾക്കാർക്ക് വീടുകളൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞപ്പം അപ്പോൾ പുള്ളി ഒന്ന് എൻ്റെ ചാനൽ വഴി ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് എനിക്ക് തോന്നി. ജോസേട്ടാ എന്തൊക്കെയാണ് ജോസേട്ടൻ ചെയ്യുന്നത് ശരിക്കും കാര്യങ്ങൾ? ഞാൻ ശരിക്കും ഫൈനാൻസിങ് കമ്പനിയാണ്. ഫൈനാൻസിങ് കമ്പനി ഉണ്ട്, പിന്നെ ഒരു എക്സ്പോർട്ടിങ്ങിന്റെ ബിസിനസ് ഉണ്ട്, പിന്നെ കുറെ പ്ലാന്റേഷൻ ഉണ്ട്. അങ്ങനെ പല പല പരിപാടികളാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാനിത് ചെയ്യാനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇല്ലാത്തൊരു സംഭവമാണ്. ഇപ്പം ക്യാഷ് ഉണ്ടാക്കുന്നവർ ക്യാഷ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അവരൊരു രൂപ പോലും മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കുന്ന ആൾക്കാർ അപൂർവം ചില ആൾക്കാരേ ഉള്ളൂ. അങ്ങനെ അപൂർവം ചില ആൾക്കാരിൽ പെട്ട ഒരാളാണ് ചേട്ടൻ, ജോസ് ചേട്ടൻ. അപ്പോൾ എനിക്കത് തോന്നിയപ്പം ഞാനത് ഇന്നലെ തന്നെ എനിക്ക് അവിടെ വെച്ച് എടുക്കണമെന്ന് തോന്നി. പിന്നെ ചേട്ടൻ എന്തെങ്കിലും എൻ്റെ കടയിൽ വരുമ്പോൾ കൃത്യമായിട്ട് ഞാൻ ചേട്ടനോട് ചോദിച്ചിട്ട് ചേട്ടൻ്റെ അനുവാദത്തോടു കൂടി തന്നെ അത് എടുക്കണമെന്ന് ഓർത്താണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എല്ലാവരും കണ്ടുപിടിക്കേണ്ട ഒരു വ്യക്തിത്വമാണ്. നമ്മൾ ഈ ക്യാഷിന് വേണ്ടിയിട്ട് ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന ലോകമാണ്. ആ ലോകത്തിൽ ഇതുപോലെയുള്ള ആളുകളെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ചേട്ടനെ സംബന്ധിച്ച് ചേട്ടൻ വീട് ഇപ്പം എത്ര വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് ചേട്ടൻ? ഇപ്പോൾ ഒരു 4 വീട് വെച്ച് കൊടുത്തു. 4 വീടോളം. 4 വീട് വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതാണ് 5ാമത്തെ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പം അത് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. ചേട്ടൻ്റെ മനസ്സ്, ചേട്ടൻ്റെ നല്ല മനസ്സിന് ചേട്ടൻ ഇനിയും ചേട്ടൻ്റെ ബിസിനസ്സുകളൊക്കെ ഇങ്ങനെ ഹോന്ന് പോട്ടെ. അതാണ് അത്രേ എനിക്ക് പറയാനുള്ളൂ. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ചേട്ടൻ? വേറെ എന്നാ പറയാനാണ്, നമുക്ക് സമൂഹത്തിൽ തീർത്തും ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരു ഭയങ്കര സന്തോഷം, അവരുടെ പ്രാർത്ഥന നമുക്ക് കിട്ടും. ആ പ്രാർത്ഥന അതാണ് ചേട്ടൻ്റെ ഏറ്റവും നല്ല മനസ്സ്. അതാണ് മെയിനായിട്ടുള്ള കാര്യം. പിന്നെ നമ്മൾ ബിസിനസ് ചെയ്യുന്നു, ഇപ്പോൾ അത്യാവശ്യം ബിസിനസ് ഉണ്ട്, നല്ല രീതിയിലുണ്ട്. അതിൽ നിന്നൊരു വീതം ചേട്ടൻ ഈ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നുള്ളൂ. അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. ഞാൻ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ ഓപ്ഷന്റെ പേയ്മെന്റ് ആണ് കൊടുക്കുന്നത്. ഇപ്പൊ നമുക്ക് ക്ലൈമറ്റ് നാച്ചുറൽ സ്പേസസ് എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട് കുറ്റിയില്. അതിന്റെ ഒരു സുഹൃത്തിന്റെ ആണ്, നോബി എന്ന് പറയുന്നത്. അപ്പൊ പുള്ളിയുടെ കമ്പനിക്ക് അത്യാവശ്യം നമ്മൾ പുള്ളിക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ടുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. പുള്ളിയുടെ ആവശ്യത്തിനുള്ള ഫണ്ടുകൾ നമ്മൾ കൊടുക്കുന്നു. കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. പിന്നെ മാസിൽ ഒരു 10 വർഷത്തോളം ചെയ്തു. ഇവിടെ ഒരു 10 വർഷത്തോളം ഇവിടെ ഈ പുളിയമല ഈ ഗ്രീൻ ഹൗസ്, പിന്നെ സ്പൈസ് മോർ ട്രേഡിംഗ് കമ്പനി കുറെ നാൾ ചെയ്തു. അങ്ങനെ എല്ലാ തരത്തിലും നമ്മൾ ബിസിനസ് ചെയ്യുന്നുണ്ട്. ചേറ്റൂരിൽ ഒരു ഹോം സ്റ്റേ അത്യാവശ്യം നല്ല സൗകര്യമുള്ള 10 ബെഡ്റൂമോട് കൂടി അടിപൊളി ഒരു ഹോം സ്റ്റേ. ആർക്കെങ്കിലും ഹോം സ്റ്റേ ആയിട്ട് ബന്ധപ്പെട്ട് അവിടെ ഇവിടെ താമസിക്കാൻ വരണമെന്നുണ്ടെങ്കിൽ ചേട്ടനുമായിട്ട് ബന്ധപ്പെട്ട വലിയ കുഴപ്പമില്ലാത്ത റേറ്റിലൊക്കെ നമുക്ക് താമസിക്കാനായിട്ട് പറ്റും. അപ്പൊ എനിക്കിത് എൻ്റെ ഇത്രയേ ഉള്ളൂ. എനിക്ക് ചേട്ടനെ സത്യം പറഞ്ഞാൽ എനിക്ക് ഇന്നലെ അവിടെ വെച്ച് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എനിക്ക് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. അത് എൻ്റെ ഈ ചാനലിൽ കൂടെ ഒന്ന് പറയണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ്. അപ്പോൾ ഓക്കെ ചേട്ടാ, അപ്പോൾ നമസ്കാരം. അപ്പൊ എല്ലാവർക്കും ഇനി ഇതുപോലെ എന്തെങ്കിലും ഉള്ള വീഡിയോസോ ചേട്ടൻ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ പറയാവേ. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, ഒന്നുമില്ല. നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളോ. ശരി. പിന്നെ ഇങ്ങനെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഞാൻ ഇന്ന് വന്നപ്പോ സുരേഷിന്റെ കടയിൽ ഒന്ന് കണ്ടേക്കാം, എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് കയറുന്നുള്ളൂ. ശരി. അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് ഇനി ഞാൻ ഇടുന്നതായിരിക്കും. അപ്പൊ ഓക്കെ ചേട്ടാ, ഈ വീഡിയോസ് ഇടുന്നതിന് ചേട്ടന് കുഴപ്പമൊന്നുമില്ല, ഒരു ബുദ്ധിമുട്ടില്ല. ഇത് ഇടുന്നതായിരിക്കും ഞാൻ. ഓക്കെ, താങ്ക് യു.